ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ജിസേലിന്റെ മമ്മിയായിട്ടുള്ള പൊന്നമ്മ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ ജിസേലിനും ആര്യനും അതേപോലെ തന്നെ അനുമോൾക്കും ഇന്ന് ബിഗ് ബോസ് ഇളവ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാമേ, ടാസ്കുകളുടെ ഇന്റൻസിറ്റി ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫസ്റ്റ് ഡേ അനീഷിന് ഷനവാസിന് കൊടുത്ത ടാസ്കിന് അത്രയും ടഫ് ആയിരുന്നില്ല രണ്ടാമത്തെ ദിവസം കൊടുത്ത ടാസ്കുകൾ. വളരെയധികം ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു അക്ബറിനും പിന്നെ സാബുമാനും ഒക്കെ കൊടുത്തത്. അവരുടെ ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തത്, ജസ്റ്റ് ലാലേട്ടന്റെ ഒരു പോസ്റ്ററാണ് കൊടുത്തത്. ഇപ്പൊ ജിസേലിന് ഈസി ടാസ്ക് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു ഇളവും കൂടി കൊടുത്തു. ഇളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയെ കണ്ട് ജസ്റ്റ് ഒന്ന് സ്വീകരിച്ചിട്ടാണ് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്. ഓക്കെ, അത് മാത്രമല്ല ബിഗ് ബോസ് വീടിന്റെ ഒരു ഫോട്ടോയാണ് കൊടുത്തത്. അത് ജിസേലിന് അടുക്കാൻ അറിയാൻ മേലാത്തത് ബിഗ് ബോസിന് തെറ്റൊന്നും അല്ല. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജിസേല് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1-2 മിനിറ്റ് സ്വീകരിക്കാനായിട്ടൊക്കെ സമയം ജിസേലിനും ആര്യനും പിന്നെ അനുമോൾക്കും മാത്രമായിട്ട് എന്തിനാണ് കൊടുത്തത്? അനീഷും ഷാനവാസൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് ആ ഒരു ടാസ്ക് ചെയ്ത്, എന്ത് സ്ട്രെസ്സിൽ നിന്നിട്ടാണ് അവരുടെ ഫാമിലിയെ കാണാനായിട്ട് പുറത്തേക്ക് വന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ ഇളവ് കൊടുത്തത് അനീതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് സെലക്റ്റീവ് ഫേവറിറ്റിസം തന്നെയാണ്. ഇത് അനീതിയാണ് ഈ കാണിക്കുന്നവര്. പിന്നെ ജിസേലിന്റെ മമ്മി നല്ല ഒന്നാന്തരമായിട്ട് ഈസി ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ. ജിസേലിനെ പോലെയല്ല, വളരെ നാടനായിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് തോന്നുന്നത്. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.